തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി സ്വദേശിയായ ജെസ്യൂട്ട് വൈദികൻ ഫാദർ സ്റ്റാൻസ്ലാവോസ് ലൂർദ് സ്വാമി എന്ന ഫാദർ സ്റ്റാൻ സ്വാമിയെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തതിനെ പ്രതിയുള്ള പ്രതിഷേധം രാജ്യമെങ്ങും ശക്തമാകുകയാണ്. ആജീവനാന്ത കാലം ആദിവാസി വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിച്ചിരുന്ന സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി. 83 വയസ്സുള്ള ആ വൈദികനെ മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് ഭീമ കൊറേഗാവ് കേസിലാണ് NIA അറസ്റ്റ് ചെയ്തത്. ജാർഖണ്ഡിലെ ആദിവാസി അവകാശ പോരാട്ടങ്ങളുടെ മുൻനിരക്കാരനായ ഫാദർ സ്റ്റാൻ സ്വാമി 1996-ൽ യുറേനിയം കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡിനെതിരായ സമരത്തിൽ പങ്കുചേർന്നിരുന്നു. ബൊക്കാറോ, സന്താൾ പർഗാന, കോഡെർമ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി അദ്ദേഹം മുൻകൈയെടുത്തിരുന്നു. ആദിവാസി വിഭാഗങ്ങളുടെ സംരക്ഷണവും ക്ഷേമവും വികസനവും ഉറപ്പാക്കാൻ അവരും കൂടി ഉൾപ്പെടുന്ന ഗോത്ര ഉപദേശക സമിതി രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ 5ാം പട്ടിക നടപ്പാക്കാത്തതിനെ നിരന്തരമായി അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ലാൻഡ് ബാങ്കുകൾ സ്ഥാപിക്കാനുള്ള ജാർഖണ്ഡ് സർക്കാരിന്റെ തീരുമാനത്തെ ആദിവാസികളെ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് പുറന്തള്ളുമെന്ന കാരണത്താൽ അദ്ദേഹം എതിർക്കുകയും ചെയ്തു. ഇതിനും പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ ജയിലുകളിൽ കഴിയുന്ന തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന PPSC എന്ന സംഘടനയുടെ നേതൃത്വവും അദ്ദേഹം വഹിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ ആദിവാസികൾക്ക് നീതി ലഭ്യമാക്കുന്നതിനുള്ള ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്താൻ ഭരണകൂടത്തിന്റെ ശ്രമമുണ്ടെന്നും അതിനായി പ്രവർത്തിക്കുന്നവരെ ഗൗരവതരമായ കേസുകളിൽ കുടുക്കുകയാണ് സർക്കാർ തന്ത്രമെന്നും ഫാദർ സ്റ്റാൻ സ്വാമി പ്രതികരിച്ചിരുന്നു. CPI മാവോയിസ്റ്റ് സംഘടനയിൽ നിന്ന് തന്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഫണ്ട് സ്വീകരിക്കുന്നുവെന്ന അന്വേഷണ ഏജൻസിയുടെ വാദം തെറ്റാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. 2018-ൽ ബോംബെ ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണത്തിൽ തന്റെ അഭിഭാഷകൻ മുഖേന ഇക്കാര്യം അദ്ദേഹം കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. തനിക്കെതിരെ ഉണ്ടെന്ന് NIA ഉന്നയിക്കുന്ന തെളിവുകൾ കെട്ടിച്ചമച്ചവയാണെന്നും വ്യാജ തെളിവുകൾ ഉദ്യോഗസ്ഥർ തന്റെ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചുവെന്നും സ്റ്റാൻ സ്വാമി തന്റെ പ്രതികരണത്തിലൂടെ അറിയിച്ചു. താൻ താമസിക്കുന്ന ബഗൈച്ച ക്യാമ്പസ് ഒരു സാമൂഹ്യ പ്രവർത്തന സ്ഥാപനം മാത്രമാണെന്നും അതിന് ഇടത് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നത് കേവലം ആരോപണം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റിനെ പ്രമുഖ ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ, മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയവർ അതിശക്തമായി അപലപിച്ചു. പ്രായത്തിന്റെ അവശതകളും നിരവധി രോഗങ്ങളുമുള്ള ഫാദർ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തത് തങ്ങളെ ഞെട്ടിച്ചുവെന്ന് ജെസ്യൂട്ട് കോൺഫറൻസ് ഓഫ് സൗത്ത് ഏഷ്യയുടെ പ്രസിഡന്റ് ഫാദർ ജോർജ് പട്ടേരി SJ സർക്കുലറിലൂടെ അറിയിച്ചു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുകയും ഏതുവിധേനയുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയും ചെയ്ത സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തത് തികച്ചും അനാവശ്യമാണെന്നും അദ്ദേഹത്തെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്നും ഫാദർ ജോർജ് പട്ടേരി ആവശ്യപ്പെട്ടു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ജാഗ്രതാ കമ്മീഷനും ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റിനെ അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. വൃദ്ധനും രോഗിയുമായ ഈ സാമൂഹ്യ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഭാരതത്തിലെ ദുർബല വിഭാഗങ്ങൾക്കായി ജീവിതമൊഴിഞ്ഞുവെച്ച് അദ്ദേഹം നൽകിയ നിസ്വാർത്ഥ സേവനങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഭരണകൂടം വിസ്മരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത്. കോർപ്പറേറ്റ് സംരംഭങ്ങളെ എതിർക്കുകയും പാവപ്പെട്ടവർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നവരെ വ്യാജ കേസിൽ കുടുക്കി അത്തരം പ്രതിഷേധങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് ചിലർ ചരിത്രത്തിൽ ആവർത്തിച്ചു പയറ്റുന്ന തന്ത്രമാണ്. ഈ തന്ത്രത്തിന്റെ പ്രേരണ ആർത്തിയും അടിസ്ഥാന കാരണം ഭീരുത്വവുമാണ്. ഭാരതത്തിന് ജെസ്യൂട്ട് വൈദികർ നൽകിയ അതുല്യമായ സംഭാവനകളെ ഒരിക്കലും പൊതുസമൂഹത്തിന് വിസ്മരിക്കാൻ കഴിയില്ല. സാമൂഹ്യ ജീവിതത്തിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്നവരെ സഹായിക്കുന്നത് മുതൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വരെ ജെസ്യൂട്ട് സൊസൈറ്റിയുടെ സംഭാവനകളും സാന്നിധ്യവും നിസ്തർക്കമാം വിധം വലുതാണ്. ആദിവാസി വിഭാഗങ്ങളടക്കം പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ ജനതകൾക്കും വേണ്ടിയും നിലപാടുകൾ എടുക്കുന്നവരിൽ ജെസ്യൂട്ട് വൈദികർ എന്നും പ്രമുഖ സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. എത്ര നിശബ്ദമാക്കാൻ ശ്രമിച്ചാലും നേരിന്റെ സ്വരം മാത്രമേ കാലത്തെ അതിജീവിച്ച് ഉയർന്നു നിൽക്കൂ എന്ന സത്യം അദ്ദേഹത്തിന്റെ അറസ്റ്റിനു വേണ്ടി മുൻകൈയെടുത്തവർ തിരിച്ചറിയട്ടെ.